കനത്ത മഴയിലും ദുർഘടമായ പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് വയനാട് കള്ളാടിപ്പാറയിലുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ കാണാതായ 5 പേർക്കായുള്ള രക്ഷാപ്രവർത്തനം അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ പുരോഗമിക്കുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ദുരന്തത്തെ തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ ബുധനാഴ്ച രാവിലെ 6:30യോടെയാണ് വീണ്ടും ആരംഭിച്ചത്. കാണാതായവർക്കായി ഊർജിതമായ തിരച്ചിൽ നടത്തുക എന്നതാണ് നിലവിൽ പ്രഥമ പരിഗണനയെന്ന് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും സംയുക്തമായി അറിയിച്ചു. ദുരന്ത സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി ഇന്ന് നേരിട്ട് വയനാട് സന്ദർശിക്കും. വയനാട് കള്ളാടിയിലുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ കാണാതായ 5 പേർക്കായുള്ള രക്ഷാപ്രവർത്തനം പ്രതികൂല കാലാവസ്ഥയിലും അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ പുരോഗമിക്കുകയാണ്. വയനാടൻ മലനിരകളിൽ പെയ്യുന്ന കനത്ത മഴയും പകൽ സമയത്ത് പോലും കാഴ്ച പൂർണ്ണമായി മറയ്ക്കുന്ന കോടമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മലവെള്ളപ്പാച്ചിലിനും വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത്. എങ്കിലും ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സർവ്വ സജ്ജീകരണങ്ങളോടുമാണ് വിവിധ സുരക്ഷാ സേനകൾ കള്ളാടിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. രക്ഷാദൗത്യം കൂടുതൽ കാര്യക്ഷമവും സുഗമവുമാക്കുന്നതിനായി ദുരന്തബാധിത പ്രദേശത്തെ പ്രധാനമായും 4 സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ സോണിലും പ്രത്യേക ചുമതലയുള്ള വിദഗ്ധ സംഘങ്ങളെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ദേശീയ ദുരന്ത പ്രതികരണ സേന, സംസ്ഥാന ദ്രുതകർമ്മസേന, ഫയർഫോഴ്സ്, ലോക്കൽ പോലീസ് എന്നിവരടങ്ങുന്ന 500-ലധികം വരുന്ന വിപുലമായ ഔദ്യോഗിക സംഘമാണ് നിലവിൽ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. പുറത്തുനിന്നുള്ള കൂടുതൽ സന്നദ്ധ സംഘടനകളുടെയോ പൊതുജനങ്ങളുടെയോ സഹായം നിലവിൽ ആവശ്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക ഏജൻസികൾക്ക് ആവശ്യമായ അത്യാധുനിക സജ്ജീകരണങ്ങൾ നിലവിൽ ലഭ്യമാണ്. വലിയ മൺകൂനകൾ രൂപപ്പെട്ട പ്രദേശത്ത് മനുഷ്യ സാന്നിധ്യമായ പരിശോധനകൾക്ക് പരിമിതികൾ ഉള്ളതിനാൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. മണ്ണിനടിയിൽ എവിടെയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് മണം പിടിച്ച് കണ്ടെത്താൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച കടാവർ ഡോഗുകളുടെ സേവനം ദുരന്തഭൂമിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ദുരന്തബാധിത പ്രദേശത്തെ കൃത്യമായ വ്യാപ്തി മനസ്സിലാക്കാനും മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത അപകട മേഖലകൾ നിരീക്ഷിക്കാനും NDRF സംഘം ആകാശമാർഗം ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് കാണാതായ 5 പേരും പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്വകാര്യ കരാർ കമ്പനിയിലെ ജീവനക്കാരാണ്. ഉരുൾപൊട്ടലിന്റെ ശക്തമായ ഒഴുക്കിൽ ഇവർ താമസിച്ചിരുന്ന താൽക്കാലിക പാർപ്പിടങ്ങൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. തൊഴിലാളികൾ താമസിച്ചിരുന്ന വലിയ കണ്ടെയ്നറുകൾ മണ്ണൊലിപ്പിൽപ്പെട്ട് യഥാർത്ഥ സ്ഥാനത്ത് നിന്നും മറിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത്. എങ്കിലും ഇവ പൂർണ്ണമായി മണ്ണിനടിയിൽ പെട്ടിട്ടില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്കിലും താമസ സ്ഥലത്തോ അതിന്റെ പരിസരത്തോ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ പോലീസ് സൂക്ഷ്മമായ പരിശോധന തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിക്കുമെന്നാണ് ഔദ്യോഗിക തീരുമാനം.